ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 14 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 25 കോടിയോളമാണ് സിനിമയുടെ മുതൽ മുടക്കായി പറയുന്നു. പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് പറയുന്നത് സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിൽ വരുന്ന സിനിമ വലിയ രീതിയിലുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏകദേശം 350ഓളം തിയേറ്ററുകളിൽ ഈ സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ. സിനിമയുടെ വേറെ വലിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല. ഏകദേശം 17 ദിവസങ്ങൾ കൂടെ മാത്രമാണ് സിനിമ ഇറങ്ങാനുള്ളത്. ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. മമ്മൂക്കയുടെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാം. 5ഓളം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഈ ഒരു സിനിമ ചിത്രീകരണം കഴിഞ്ഞിട്ടും ഏകദേശം 1.5 വർഷമാകുന്നു ഈ സിനിമ ഇറങ്ങാൻ. കഴിഞ്ഞ വർഷം ഇറങ്ങും അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വന്നെങ്കിൽ പിന്നീട് നീണ്ടുപോകുന്ന ഒരു കാര്യം കണ്ട് ഇങ്ങനെ ഇപ്പോൾ അടുപ്പിച്ചുള്ള മമ്മൂട്ടി സിനിമകളുടെ റിലീസിലേക്ക് ഈ ഒരു സിനിമ എത്തുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ പ്രൊമോഷനോട് കൂടി തന്നെ ഇറക്കേണ്ട ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കാണുന്നില്ല. അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകളൊന്നും നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും കാത്തിരിക്കുന്നു. ഈ ഒരു സിനിമ 25 കോടിയിൽ വന്ന് 100 കോടി അടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. മോഹൻലാലിൻ്റെ എമ്പുരാൻ ടീസർ റെക്കോർഡ് തീർത്താണ് ഇവിടെ നിൽക്കുന്നത്. മോസ്റ്റ് ലൈക്ഡ് ടീസറായി മാറിയിരിക്കുന്നു മലയാളത്തിലെ. വലിയ രീതിയിൽ വരുന്ന വലിയ താരനിരയോടുകൂടി എത്തിയിരിക്കുന്ന ഈ ഒരു സിനിമ പൃഥ്വിരാജ്, ടൊവിനോ, മോഹൻലാൽ തുടങ്ങിയ വമ്പൻ താരനിരയിലാണ് ഈ ഒരു സിനിമ എത്തുന്നത്. ഇതുകൂടാതെ വിദേശ താരങ്ങളും ഒരുപാട് പേർ അണിനിരക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ദ്രജിത്ത് പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി ഒരു പിടി വമ്പൻ താരങ്ങൾ ഒരു ക്ലാസ് മാസ് ഗണത്തിൽപ്പെടുന്ന സിനിമയായിട്ട് വരികയാണ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലൂടെ വരുന്ന ഈ ഒരു ചിത്രം മലയാളത്തിൻ്റെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് ഉറപ്പിക്കാവുന്ന ചിത്രം തന്നെ. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ആളിക്കത്തിക്കുക മാത്രമല്ല ചെയ്തത്, പല തിയേറ്ററുകളിലും അതേപോലെ ലോകത്തുള്ള പല സ്ഥലങ്ങളും ഇൻക്ലൂഡിങ് അമേരിക്കയിൽ പോലും സിനിമ വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ലൈക്കയും ആശീർവാദും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ 250 കോടി ബഡ്ജറ്റിലാണ് വരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ അതിന് മുകളിലേക്കുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസുകളുമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ ടീസർ കാണുമ്പോൾ, അതായത് 2.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 33 സെക്കൻഡുമുള്ള ആ ടീസർ കണ്ടപ്പോൾ ഇതിന് 250 കോടിയേ ആയുള്ളൂ എന്ന് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു മലയാള സിനിമയാണ്. ഇതിനു മുമ്പ് നമ്മൾ പല സിനിമകളും 100ഉം 50ഉം കോടിയൊക്കെ മുടക്കിയാണ് പിടിച്ചതെന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനൊക്കെ 100 കാശിന് വിലയില്ലേ എന്ന് സാധാരണ ആളുകൾ ചോദിക്കുന്ന ലെവലിലുള്ള സിനിമകളാണെങ്കിൽ ഇതിൻ്റെ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായ ആ ഒരു ക്വാളിറ്റി അത് തന്നെയായിരുന്നു. സിനിമ 500 കോടിക്ക് മുകളിലേക്ക് തൂക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിൻ്റെ ആദ്യത്തെ 500 കോടി ക്ലബിലേക്ക് സിനിമ ഇടം പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ബസൂക്ക എത്ര നേടുമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒപ്പം എമ്പുരാനും എത്ര നേടും തിയേറ്ററിൽ നിന്ന് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ അഭ്യൂഹങ്ങൾ, നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന എമൗണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.